ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ റെസിപ്പി സിമ്പിൾ ആയിട്ട് 10-15 മിനിറ്റിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. 1/4 കപ്പ് ചെറുപയർ എടുത്ത് 2 മണിക്കൂർ കുതിർത്തി വെച്ചേക്കുന്നതാണ്. ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ചൊന്ന് കൂടുതൽ ഒഴിച്ചോളൂ കേട്ടോ. പയറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്യാം. അടച്ചു വെച്ച് ഒരു വിസിൽ വിട്ടെടുക്കാം. പയർ വെന്തുണ്ടാവും. നമുക്ക് തുറക്കാം. ഒരു വിസിലിൽ തന്നെ നമുക്ക് നല്ലോണം വെന്ത് കിട്ടിയിട്ടാൽ കുതിർത്തി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇതിന് ഈ വെള്ളം ഊറ്റിയെടുക്കാം. ഈ വെള്ളം നമുക്ക് ഫ്രീസറിൽ വെക്കാം. ഒരു 2-3 സ്റ്റെപ്പ് നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോഴേക്ക് ഈ വെള്ളം ഒന്ന് തണുത്ത് കിട്ടും. ഒരു സവോള, കുറച്ച് വേപ്പില, 2 പച്ചമുളക് എരിവ് അനുസരിച്ച് എടുത്തോളൂട്ടാ. ഇതെല്ലാം നമുക്കൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. എല്ലാം ചോപ്പ് ചെയ്തെടുത്തു കേട്ടോ. ഇത് ചോപ്പ് ചെയ്യണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് നുറുക്കി എടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാട്ടോ. എങ്ങനെ വേണം നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം. ഇത് മാറ്റി വയ്ക്കാം. നമ്മുടെ വെള്ളം തണുത്തുണ്ടോ നോക്കാം. വെള്ളം തണുത്ത് കിട്ടി. 1/2 കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. മാവിന് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ പയറിൽ ഉപ്പിട്ടിട്ടാണ് വേവിച്ചെടുത്തേക്കണത്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ പയർ വേവിച്ച വെള്ളം എടുത്ത് വെച്ചില്ലേ, അത് തളിച്ച് പുട്ടിന് കുഴക്കണ പോലെ കുഴച്ചെടുക്കാം. പുട്ടുപൊടിയിൽ ഉപ്പ് ചേർക്കുമ്പോൾ നോക്കി ചേർത്തോളൂ. ഈ പയർ വെള്ളത്തിൽ നമ്മൾ കുഴക്കണ കാരണം ഓൾറെഡി പയർ വെള്ളത്തിൽ ഉപ്പ് ഉണ്ടാവും. അപ്പോൾ ഉപ്പ് കൂടി പോകരുതിട്ടാ. മാവ് നമ്മൾ കുഴച്ചെടുത്തു കേട്ടോ. ഞാൻ ആ വെള്ളം യൂസ് ചെയ്തിട്ടുള്ളൂ, വേറെ വെള്ളം യൂസ് ചെയ്തിട്ടില്ല. നമുക്കിതൊന്ന് ജാറിലിട്ട് ഒന്ന് പൾസ് കൊടുത്തെടുക്കാം. പൊടി തിരിച്ചും ബൗളിലേക്ക് തന്നെ ഇടുന്നുണ്ട്. ഒരു പൾസ് കൊടുത്താൽ മതിയിട്ടാ, ഒരുപാട് അരച്ചെടുക്കൊന്നും വേണ്ടേ. ഒരു മിക്സ് റെഡിയാക്കണ വരെ മാറ്റി വയ്ക്കും. 1 ടീസ്പൂൺ എണ്ണ ചേർക്കട്ട. വെളിച്ചെണ്ണയാണ് ചേർക്കണത്. 1 ടീസ്പൂണേ ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. അതിലും എണ്ണ കുറഞ്ഞാലും കുഴപ്പമില്ല, ഒട്ടും കൂടരുത്. എണ്ണ ചൂടാവുമ്പോൾ ചോപ്പ് ചെയ്ത് വെച്ചേക്കണ സവോളയും വേവിച്ച് വെച്ചേക്കണ പയറും എല്ലാം ഒരുമിച്ചിട്ട് കൊടുക്കാം. 1-2 മിനിറ്റ് ഒന്ന് വാട്ടിയെടുക്കാം. എങ്ങനെയായാലും പയറിൽ കുറച്ച് വെള്ളത്തിൻ്റെ ഒരു ഇതുണ്ടാവും. അതൊന്ന് ഡ്രൈ ആക്കി എടുത്താൽ മാത്രം മതി. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് 1 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. എല്ലാം ഡ്രൈ ആയി കിട്ടിയിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ചെറിയ നാളികേരം ചേർത്ത് കൊടുക്കാം. നാളികേരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചേർത്തോളൂ കേട്ടോ. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ആക്കാം. ഈ മിക്സ് ഒന്ന് ഒരുപാട് തണുക്കണ്ട, ഒന്ന് തണുത്ത് കിട്ടിയാൽ മതി. മിക്സ് ഒന്ന് തണുത്തു കിട്ടാം. തണുക്കുക എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഗ്യാസിൽ നിന്ന് വാങ്ങിച്ച് വെച്ച വഴിക്ക് വല്ലാണ്ട് ചൂടായിട്ട് ആവി പോവില്ലേ, അതൊന്ന് ജസ്റ്റ് ഒന്ന് തണുക്കണം, അത്രയേ ഉള്ളൂ കേട്ടോ. ഒരുപാട് തണുത്ത് കിട്ടുമൊന്നും വേണ്ട. നമ്മൾ റെഡിയാക്കി വെച്ചേക്കണ മാവിലേക്ക് ഈ മിക്സ് ഇട്ട് കൊടുക്കാം. നാളികേരമൊക്കെ എത്ര നിങ്ങൾക്ക് ഇഷ്ടമാണോ അതനുസരിച്ച് ചേർക്കാം കേട്ടോ. അതിനൊന്നും അളവില്ല. ഇനി നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ കയ്യിൽ മിക്സ് ചെയ്യേണ്ട, സ്പൂണ് വെച്ച് വെറുതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മളെല്ലാം മിക്സ് ചെയ്ത് കൊടുത്തു. ഇതുപോലെ ഒരു കയ്യിലാണ് കേട്ടോ എടുത്തേക്കണേ. അതിൽ നമുക്ക് കുറച്ച് മാവ് എടുക്കാം. ഇങ്ങനെ ഇതൊന്ന് മുകളിൽ തട്ടി കൊടുത്തിട്ട് കയ്യിൽ വെച്ച് ഒന്ന് അമർത്തുക. ഇഡ്ഡലി തട്ടാണ് എടുത്തേക്കണേ. അതിലേക്ക് നമുക്ക് ഈ മാവ് വെച്ച് കൊടുക്കാം. ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൊട്ടിയാൽ മതിയിട്ട് കയ്യിൽ നിന്ന് പുറത്തേക്ക് വന്നോളൂ. അതുപോലെ നമുക്ക് അടുത്തത് എടുക്കുമ്പോൾ കയ്യിൽ ഇങ്ങനെ നിറച്ചെടുക്കുക. എന്നിട്ട് അത് ഈവനാക്കി കൊടുക്കുക. എന്നിട്ട് കയ്യിൽ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇഡ്ഡലി തട്ടിൽ വെച്ച് ഒന്ന് കൊട്ടുമ്പോൾ തന്നെ അത് വീണോളൂ. ഇതുപോലെ നമുക്ക് എല്ലാം റെഡിയാക്കി എടുക്കാം. എല്ലാ കുഴിയിലും പുട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം. 10 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം. ആവി കയറ്റാൻ വെച്ചിട്ട് 10 മിനിറ്റായി. നമുക്ക് തുറക്കാം. പുട്ടൊക്കെ വെന്തുണ്ട് കേട്ടോ. ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് വേറെ പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മൾ എല്ലാ പ്ലേറ്റിലും എടുത്ത് വെച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നമ്മൾ ഓൾറെഡി എല്ലാവരും ചെറുപയർ കൂട്ടി പുട്ട് കഴിക്കണതാണ്. പക്ഷേ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഒരു വെറൈറ്റി ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സീ യു. ബൈ.